നമസ്കാരം, എൻ്റെ പേര് നന്ദകിഷോർ. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. സാധാരണ ആരും മലയാളത്തിൽ ചെയ്ത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ ചെയിൻ ആണ്. ഈ വണ്ടിയിലുള്ള ഓപ്പൺ ചെയിനാണ്, അല്ലെങ്കിൽ നേക്കഡ് ചെയിൻ എന്ന് പറയും. നമ്മളിപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും മിക്ക വണ്ടികളിലും ചെയിൻ കവർ നമ്മൾ കാണാറില്ല. അപ്പോൾ ഈ സ്റ്റൈലിന് വേണ്ടി ചെയിൻ കവർ മിക്ക വണ്ടികളിലും ഇല്ല, അല്ലെങ്കിൽ ആൾക്കാർ ഇളക്കി കളയും. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് നേക്കഡ് ചെയിൻ. അതിൽ കുറച്ച് ഭാഗം മാത്രമേ ചെയിൻ കവറുള്ളൂ, മുകൾ ഭാഗത്ത് മാത്രം. അപ്പോൾ നമ്മൾ ആദ്യം അത് ഇളക്കണം. ഞാൻ ഓൾറെഡി എളുപ്പത്തിന് വേണ്ടി ഇളക്കി വെച്ചിരിക്കുകയാണ്. സോ അത് ഞാൻ ഇളക്കുവാണ്. സ്പാനർ, ഇതിൻ്റെ ഈ നട്ടിനുള്ള ബോൾട്ടിനുള്ള സ്പാനർ വണ്ടിയിൻ്റെ ടൂൾ കിറ്റിനോടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അത് ഇളക്കുകയാണ്. പയ്യെ ഇളക്കണം, കാരണം അവിടെ ഒരു ചെറിയൊരു ലോക്കിംഗ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ ലോക്കിംഗ് ഇളക്കണം. ബാക്കിലോട്ടാക്കി അത് ഇളകി വരും. അത് ഇളക്കി മാറ്റി. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഇളക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നേരത്തെ ഇളക്കിയായിരുന്നു എളുപ്പത്തിന് വേണ്ടി. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യണം ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻലി ഉള്ളത്, മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇങ്ങനത്തെ ലൂബ്രിക്കൻ്റ് ആയിരിക്കണം. കാരണം ഈ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും പത ഉണ്ടാവും, മീൻസ് ഒരു ഫോം ഉണ്ടാവും. ഇതാണ് ഏറ്റവും നല്ല ലൂബ്രിക്കൻ്റ്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് വില കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ആദ്യം ക്ലീൻ ചെയ്യാൻ വേണ്ടി, ലൂബ്രിക്കേറ്റിന് മുമ്പ് ആദ്യം നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ തുരുമ്പും ഈ മണ്ണും എല്ലാം അഴുക്കെല്ലാം കളയാൻ വേണ്ടിയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു വില കുറഞ്ഞ ലൂബ്രിക്കൻ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഇത് എങ്ങനെയാണ് ഫോം വരണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും എന്താ ഒരു ഫോം വരും, കണ്ടോ? പതയാണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ലൂബ്രിക്കൻ്റ്. പക്ഷേ വില കൂടുതലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അല്ലാത്ത സാധാ ലൂബ്രിക്കൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ചാൽ പതയൊന്നും വരത്തില്ല, പക്ഷെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. കണ്ടോ? പത വരത്തില്ല, പക്ഷെ സംഭവം ക്ലീനാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ചെയിൻ മൊത്തത്തിൽ ഈ ലൂബ്രിക്കൻ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് അടിക്കണം, ഫുൾ ചെയിൻ. ടയർ ഞാൻ ന്യൂട്രലാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കറക്കി നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിയിൽ വല്ല പേപ്പർ വല്ലതും വെച്ചാൽ അടിക്കുമ്പം ബാക്കി ടയറിലോ ഇവിടെ ഒന്നും നമ്മുടെ സ്പ്രേ ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അടിയിൽ ജസ്റ്റ് പേപ്പർ ഇപ്പം ഞാൻ ഇളക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ നേരത്തെ ഒന്ന് ചെയ്തായിരുന്നു, ജസ്റ്റ് ലൂബ്രിക്കേറ്റ് വേണ്ടി ചെയ്തതാണ്. പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ജസ്റ്റ് പേപ്പർ വെച്ചാൽ ബാക്കി ഇവിടെ ഇപ്പോൾ അടിയിൽ ഇവിടെയൊക്കെ തെറിച്ചത് കണ്ടോ, ഇതേപോലെ ഇവിടെ ഒന്നും തെറിക്കത്തില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് പേപ്പർ വെച്ചാൽ നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാനിത് ആവാത്തടത്തൊക്കെ അടിക്കാൻ പോകും. ഇപ്പോൾ ഒരുവിധം ചെയിൻ മൊത്തം ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ചെയിൻ ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ണി ഇളക്കിയിട്ടാണ് നമ്മൾ ചെയിൻ എപ്പോഴും ഇളക്കണം. എപ്പോഴും ചെയിൻ ഇളക്കാൻ പറ്റണ ഈ ഒരു കണ്ണി. ഇതാണ്ട് ഇവിടെ ഒരു സ്പ്ലിറ്റ് സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചൊരു തട്ട് കെട്ടിയിട്ടാണ് ഈ ചെയിൻ ഇളക്കണം. ചെയിൻ ലോക്കാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ഇവിടെ അടിച്ചിട്ടില്ലാത്തൊന്ന് അടിക്കുകയാണ്. മൊത്തം അടിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ഇതിനെ സെറ്റിൽ ചെയ്യാൻ വിടണം. എന്നാൽ അല്പം കൂടെ എളുപ്പമായിരിക്കും ഇളകാൻ. എന്നിട്ട് നിങ്ങൾ സാധാ ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് നിങ്ങൾ ചുമ്മാ ഇതേപോലെ ഉരയ്ക്കണം. ഫുള്ള് ചെയിൻ മൊത്തം
ഇതേപോലെ ഉരച്ച് ക്ലീൻ ചെയ്യണം. വൺസ് നമ്മൾ ചെയിൻ മൊത്തം ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കഴുകി എടുക്കണം. എന്നാലേ ഇപ്പോൾ നമ്മൾ ഈ അഴുക്കല്ലാതെ ഈ ഓയിലെ അഴുക്കെല്ലാം ഇതിന് ഇളകി കിട്ടുള്ളൂ. സോ നമ്മൾ ഇതിനൊന്ന് വെള്ളം ഒഴിച്ച് അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതിന് ശേഷമുള്ളത് അപ്ലോഡ് ചെയ്യാം. ബേസിക്കലി ഞാനാണെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സ്റ്റുഡൻ്റാണ്. വെറുതെ വീട്ടിൽ ജോലിയില്ലാത്തതുകൊണ്ട് വെറുതെ ഇരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചത്. കിട്ടണ സമയം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളൊരു സാധാ തുണിയുണ്ട് ചെയിൻ തുടച്ചെടുക്കണം. എന്നാലേ അഴുക്ക് മൊത്തം വെള്ളം വെച്ച് കഴുകി കളഞ്ഞിട്ട് അഴുക്ക് മൊത്തത്തിൽ വരാനായിട്ട് ഒരു തുണിയുണ്ട് തുടച്ചെടുക്കണം മൊത്തം. ഇപ്പം ഞാൻ എന്താണ്ട് ജസ്റ്റ് ചെയിനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ അഴുക്കൊന്നുമില്ല, ഫുള്ള് ക്ലീൻ ചെയ്ത് ചെയിൻ മൊത്തം നല്ലോണം തുടച്ചെടുത്ത് ഏതെങ്കിലും തുണിയായാലും മതി, ഏത് തുണി വേണമെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് വെള്ളമെല്ലാം ഒന്ന് കളയണം. വെള്ളം ഒന്ന് തങ്ങി നിൽക്കരുത്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് ഞാൻ എൻ്റെ ലൂബ്രിക്കൻ്റ് ചെയിൻ ലൂബ്രിക്കൻ്റ് നല്ലോണം ചെയിൻ ലൂബ്രിക്കൻ്റ് സ്പ്രേ ചെയ്യണമെങ്കിൽ നല്ലോണം ഷെയ്ക്ക് ചെയ്യണം. ഒന്നീ നമുക്ക് വണ്ടി ഓൺ ആക്കിയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ മാനുവലായിട്ട് വീല് റൊട്ടേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വണ്ടി ഓൺ ചെയ്യുകയും ചെയ്യും. ഞാനിപ്പോൾ വണ്ടി ഓൺ ചെയ്യും, എൻ്റെ എളുപ്പത്തിന് ഞാൻ വണ്ടി ഓൺ ചെയ്യാൻ പോവാണ്. പയ്യെ ഫസ്റ്റ് ഗിയർ ഇട്ട് നേരത്തെ വണ്ടി ഓഫായി പോയി. സോ ഞാൻ ഒന്നും കൂടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യണം. ഇനി ഞാൻ സ്പ്രേ ചെയ്യുവാണ്. ഞാൻ സ്പ്രേ ചെയ്തു. ഇനി കുറച്ച് നേരം ഇങ്ങനെ വണ്ടി ചെയിൻ കിടന്ന് കറങ്ങിക്കോട്ടെ, എന്നാലേ എല്ലായിടത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത ലൂബ്രിക്കൻ്റ് കൂടുതലാണോ അല്ലയോ എന്ന്. ഇപ്പോൾ കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഒരു തുണി കൊണ്ട് കുറച്ച് നമ്മൾ വൈപ്പ് ചെയ്തെടുക്കണം. മീൻസ് കൂടുതലായാൽ സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ചെയിൻ ലൂബ്രിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. മലയാളത്തിൽ ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ റിവ്യൂസ് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ ജസ്റ്റ് പറയണം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ